ഹരാരെയിൽ നടക്കുന്ന T20 പരമ്പരയോടെ ഇന്ത്യൻ ടീമിലെ തന്നെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനെ ചൊല്ലി ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ്. 2024 സഞ്ജു സാംസൺ പുറത്തെടുത്ത മിന്നും പ്രകടനം അദ്ദേഹത്തെ ടീമിൽ സ്ഥിരമാക്കണമെന്ന വാദത്തിന് ശക്തമായ അടിത്തറ നൽകുന്നു. ഇന്നത്തെ മത്സരത്തിന് ഇന്ത്യ തയ്യാറെടുക്കുമ്പോൾ മിഡിൽ ഓവറുകളിൽ സഞ്ജു റൺസ് അടിച്ചുകൂട്ടുന്ന വേഗത ടീമിന് വലിയ മുതൽക്കൂട്ടാണ്. സെപ്റ്റംബറിലെ നിർണായക സെലക്ഷൻ നടപടികൾക്ക് മുൻപ് സഞ്ജുവിന്റെ ഈ സ്ഥിരത ടീം മാനേജ്മെന്റ് ഗൗരവമായി കാണുന്നുണ്ട്. സഞ്ജുവിന്റെ അനുഭവ സമ്പത്ത് ഇപ്പോൾ ടീമിന് അത്യാവശ്യമാണെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. അനായാസം ബൗണ്ടറികൾ കണ്ടെത്താനും സ്ട്രൈക്ക് റേറ്റോടെ ചെയ്യാനും റൊട്ടേറ്റ് ചെയ്യാനും സഞ്ജുവിന്റെ മികവ് എടുത്തു പറയേണ്ടതാണ്. ഈ സീസണിൽ മിഡിൽ ഓവറുകളിൽ ഡോട്ട് ബോളുകൾ കുറയ്ക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. റൺസ് ഒന്നും ലഭിക്കാത്ത പന്തുകളാണിവ. പവർ പ്ലേയിൽ ശേഷവും ടീമിന്റെ സ്കോറിംഗ് വേഗത കുറയാതെ നോക്കാൻ സഞ്ജുവിന്റെ ഈ ശൈലി സഹായിക്കുന്നു. നിലവിൽ വൈറ്റ് ബോൾ ടീമിൽ ഏറ്റവും മികച്ച ബൗണ്ടറി റേഷ്യോ ഉള്ള താരങ്ങളിൽ ഒരാളായി സഞ്ജു മാറി. വലിയ ലക്ഷ്യങ്ങൾ പിന്തുടരുമ്പോൾ ടീമിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് എന്നുകൂടി പറയണം. ബാറ്റിംഗിൽ മാത്രമല്ല, വിക്കറ്റിന് പിന്നാലെ പ്രകടനത്തിലും സഞ്ജുവിൻ്റെതായ ഒരു പ്രത്യേകത അദ്ദേഹത്തിന്റെ പക്കൽ എപ്പോഴുമുണ്ട്. അത് സഞ്ജുവിനേറെ മുന്നിലാണ് എന്നുകൂടി പറയുന്നതിൽ യാതൊരു തെറ്റും കാണുന്നുമില്ല. ഏഷ്യൻ ഗെയിംസ് ടീമിലെ സഞ്ജുവിന്റെ സാന്നിധ്യം അദ്ദേഹത്തിന്റെ നേതൃപാടവം കൂടി തെളിയിക്കുന്നതായിരിക്കുന്നു. ഓരോ ഇന്നിംഗ്സിലും ശരാശരി ഒരു പുറത്താക്കൽ എന്ന നിലയിൽ സഞ്ജു വിക്കറ്റിന് പിന്നിൽ സജീവമാണ്. മിന്നൽ വേഗത്തിലുള്ള സ്റ്റംപിങ്ങുകളും റണ്ണൌട്ടുകളും ബൗളർമാരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. സഞ്ജുവിന്റെ അഗ്രസീവ് ബാറ്റിംഗിനൊപ്പം ഈ കീപ്പിംഗ് മികവ് കൂടി ചേരുമ്പോൾ ടീമിനത് വലിയ കരുത്താകുന്നു. യുവതാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹരാരെയിൽ മത്സരങ്ങൾ ഒരു അഗ്നിപരീക്ഷയാണ്. വരാനിരിക്കുന്ന പ്രധാന അന്താരാഷ്ട്ര ടൂർണമെന്റുകളിലേക്കും ടീമിനെ അന്താരാഷ്ട്രമായി നിശ്ചയിച്ചിരിക്കുന്ന ഈ പരമ്പര നിർണായകമാകും. ആഭ്യന്തര ക്രിക്കറ്റിലെ തകർപ്പൻ ഫോം അന്താരാഷ്ട്ര തലത്തിലും ആവർത്തിച്ചാൽ മാത്രമേ സഞ്ജുവിന് ടീമിൽ തന്നെ ഇടം നേടാൻ സാധിക്കൂ. സഞ്ജുവിന് ടീമിൽ സ്ഥാനം ഉറപ്പിക്കാനാകണമെങ്കിൽ അത്തരമൊരു സാഹചര്യം തന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരുങ്ങണമെന്നതാണ് സത്യം. സഞ്ജുവിന് മിഡിൽ ഓർഡറിൽ കൃത്യമായൊരു റോൾ നൽകണമെന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ പ്രകടനം സഞ്ജുവിന്റെ കരിയറിലെ അടുത്ത 2ാം വർഷം സ്വാധീനിച്ചേക്കാം. അടുത്ത 2 വർഷങ്ങൾ എങ്ങനെ സഞ്ജുവിന്റെ കരിയർ മുന്നോട്ട് പോകണം എന്നതുപോലും ഇത് തീരുമാനിച്ചിരിക്കുമെന്നതാണ് ഏറ്റവും വലിയ സത്യം. സോഷ്യൽ മീഡിയയിൽ പോലും സഞ്ജുവിന്റെ ആരാധകർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. മിഡിൽ ഓർഡറിൽ സ്ഥിരതയാർന്ന പ്രകടനവും വെടിക്കെട്ട് ബാറ്റിംഗുമാണ് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത്. ടീമിലെ മാറ്റത്തിന്റെ ഘട്ടത്തിൽ സഞ്ജുവിന്റെ ഫോം വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഈ കണക്കുകൾ നിലനിർത്താൻ സാധിച്ചാൽ ടീമിലെ 1ാം നമ്പർ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് സഞ്ജു എത്തിയേക്കും. അടുത്ത ലോകകപ്പിലേക്കുള്ള യാത്ര സിംബാബ്വേയിലെ പ്രകടനങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. സഞ്ജു നേടുന്ന ഓരോ റണ്ണിനും അദ്ദേഹത്തിന്റെ ഭാവിയിൽ വലിയ വിലയുണ്ട് എന്ന് തന്നെയാണ് സത്യം.